പഠിക്കുവാൻ വിദ്യാർത്ഥികളില്ലാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വളരെ നല്ലതാണെങ്കിലും നമ്മുടെ മാതൃഭാഷയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യം നൽകാത്ത ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. കാരണം ഇംഗ്ലീഷ് ഒരു ലോക ഭാഷയാണ്. അത് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണെന്നിരിക്കെ എനിക്ക് മലയാളം കുരിച്ച് അറിയാമെന്ന് പറയുന്നവരെയല്ല, അമ്മേ എന്ന് നന്നായി വിളിക്കുവാൻ അറിയാവുന്ന മലയാളികളെയാണ് നമുക്ക് ആവശ്യം. മലയാളം ഒരു ഭാഷ മാത്രമല്ല, ഒരു സംസ്കാരം കൂടിയാണ്. കേരളം എന്ന കൊച്ചു നാടിന്റെ പൈതൃകമാണത്. കഴിഞ്ഞ നവംബർ 1 കേരളത്തിന്റെ പിറന്നാൾ ദിനത്തിൽ തന്നെ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ ദിനത്തിന്റെ മധുരം ലഭിച്ചു. ഇനി മുതൽ നവംബർ 1 മലയാളം സംസാരിക്കുന്ന ഒരു ജനതയുടെ മുഴുവൻ സ്വപ്നവും സാധ്യമായ സുവർണ ദിനം കൂടിയാകുന്നു. ജാതിയുടെയോ മതത്തിന്റെയോ കക്ഷിഭേദത്തിന്റെയോ അതിർവരമ്പുകളില്ലാതെ നമ്മുടെ മാതൃഭാഷയെ ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിക്കുവാൻ കാട്ടിയ അതേ വികാരം നാമുകളിൽ തന്നെ നമ്മുടെ മാതൃഭാഷയുടെ മാധുര്യം കിനിയുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. തമിഴ്നാട്ടിൽ ചെന്നാൽ ഒരൊറ്റ ബോർഡ് പോലും തമിഴിലല്ലാതെ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലും ലോക രാഷ്ട്രങ്ങളിലും ഇതുപോലെയാണ്. എന്നാൽ കേരളത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ നിന്ന് പോലും നമ്മുടെ മലയാളത്തെ ഇന്ന് അകറ്റി നിർത്തിയിരിക്കുകയാണ്. ഉള്ളൂർ പറയും പോലെ ആശ്ചര്യം 5 വയസ്സു തികയാത്ത പാഴ്ചുവ മാറാത്ത പിഞ്ചുനാവാൽ കാസു പീസോ തുണ്ടാൻ കുഞ്ഞും പെൺകുഞ്ഞും ആസുരമില്ലത്തെ പാഠരീതി എന്ന സത്യം ഇനിയും നാം കാണാതെ പോകുന്നത് ശരിയല്ല. ജനിക്കും മുമ്പൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനാൽ ഫാരിൻ പേരങ്ങ് ഇംഗ്ലണ്ടിൽ തന്നെ ആക്കിനേനെന്ന കുഞ്ഞുണ്ണി മാഷന്റെ ഉപഹാസം കേരളീയരുടെ പൊങ്ങച്ചത്തിന്റെയും വിദ്യാബോധത്തിന്റെയും തൊലിക്കെട്ടിക്ക് ഒരു പൊറൽ പോലും ഏൽപ്പിച്ചിട്ടില്ല. തന്നോട് തന്നെയുള്ള ഈ യുദ്ധം കേരളീയരുടെ ശാപമാണ്. അതുകൊണ്ട് നാളെയുടെ വാഗ്ദാനങ്ങളും വിദ്യാർത്ഥികളുമായ നമുക്ക് നമ്മുടെ മലയാളത്തെ നമ്മുടെ ജീവിതത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും മധുരമാക്കി നെഞ്ചോട് ചേർത്ത് നിർത്താമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടും മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛനെ ഒരിക്കൽ കൂടി അഭിമാനത്തോടു കൂടി ഓർത്തുകൊണ്ടും എന്റെ സ്കൂളിന്റെ ഹോളി ഏഞ്ചൽസിന്റെ കഴിഞ്ഞ 49 വർഷത്തെ നിശ്ചല സേവനത്തെ സന്തോഷത്തോടു കൂടി ഓർത്തുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്. Excellency Sonu, I am exceedingly happy to invite our respected most